സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. സുരേഷ് ഗോപി എന്ന് നിങ്ങൾ ഗൂഗിൾ പോയിട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ തന്നെ സുരേഷ് ഗോപി എന്ന് വരും. അതിന്റെ തൊട്ട് താഴെയായിട്ട് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഓഫ് ഇന്ത്യ എന്ന് പറയും. അദ്ദേഹം ഒരു മിനിസ്റ്ററാണ്. എന്താണ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് വെച്ച് കഴിഞ്ഞാലേ ഈ ഗ്യാസുമായി ബന്ധപ്പെട്ട് പെട്രോളുമായി ബന്ധപ്പെട്ട് ഡീസലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാധ്യമ പ്രവർത്തകർ എന്ന നിലയ്ക്ക് നമ്മൾക്ക് ഇത്തരം സംശയങ്ങളൊക്കെ ചോദിക്കേണ്ട ഒരു വ്യക്തിയുടെ പേരാണ് സുരേഷ് ഗോപി. സംശയമൊന്നുമില്ലല്ലോ, സംശയം ഉണ്ടാവരുതേ, അതുകൊണ്ടാണ് പറയുന്നത്. നമ്മുടെ നാട്ടില് ഇന്ന് ഒരു വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോ ഒരു ചായ കുടിക്കുന്നുണ്ട്, കട്ടൻ ചായയാണ്. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇനിയിപ്പോ വീട്ടിൽ ചായ ഉണ്ടാക്കില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചായ ഉണ്ടാക്കാറുണ്ട്, ഞാൻ കുടിക്കാറുണ്ട്. ഇന്ന് പ്രത്യേകിച്ചും കാരണമുണ്ടാവും. പുറത്ത് ഇപ്പൊ ചായക്ക് വില 15 രൂപയാണ്. 12 രൂപയ്ക്കും കിട്ടാനുണ്ട്. 10 രൂപയ്ക്ക് കിട്ടിയിരുന്ന ചായയാണ് ഇപ്പൊ 15 രൂപയാണ്. ഈ 15 രൂപ 20 25 രൂപയായി അടുത്ത ദിവസങ്ങളിൽ മാറും. നമുക്ക് പുറത്തു പോയിട്ട് ഒരു ആശ്വാസത്തിന് അല്ലെങ്കിൽ ഒരു സൗഹൃദ സംഭാഷണത്തിനൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു ചായ ഓർഡർ ചെയ്യാൻ ഭയം തോന്നും. നമ്മുടെ കീശ കാര്യമാവും. കാരണം കേട്ടോളൂ. വാണിജ്യ സിലിണ്ടറുകൾക്ക് വീണ്ടും വില കൂടി. 19 കിലോ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപയാണ് കൂടിയത്. ഒരു സിലിണ്ടറിന് ഇനി നൽകേണ്ടത് 3071 രൂപ 50 പൈസ. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. അഖില വിവരങ്ങളുമായി നമുക്കിപ്പോൾ ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. അഖില എന്ത് വിവരം തന്നാലും തന്നില്ലെങ്കിലും നമ്മുടെ ഗാർഹിക സിലിണ്ടറിന് കൂടി പൈസ കൂടിയിരിക്കുന്നു. കഴിഞ്ഞ തവണ വരെ നമ്മൾ 800 ചില്ലറ കൊടുത്തിരുന്നപ്പോൾ ഇത്തവണ ഞാൻ 1000 രൂപ കൊടുത്തപ്പോൾ എനിക്ക് ബാക്കി കിട്ടിയത് 40 രൂപ എങ്ങാണ്ടാണ്. 40 രൂപ എങ്ങാണ്ടാണ്. യെസ്. അപ്പൊ 40 രൂപയാണെങ്കിൽ എത്ര തുക കൂടി എന്ന് നിങ്ങൾ ആലോചിക്കുക. തൊട്ടടുത്ത ദിവസങ്ങളിൽ ഗ്യാസിന് കൂടി അതിഭീകരമായിട്ടുള്ള രീതിയിൽ വില കൂടും. നമ്മളെ ഗാർഹിക സിലിണ്ടർ എന്ന് വെച്ചാൽ വീട്ടിലേക്ക് തീ കത്തിക്കാൻ കിട്ടുന്നത്, ഇത് ഈ ഗാർഹിക സിലിണ്ടർ അല്ല, നമ്മുടെ ഹോട്ടലുകളും മറ്റും ഉപയോഗിക്കുന്ന സിലിണ്ടറിനാണ് ഇപ്പോൾ 993 രൂപ കൂടിയിരിക്കുന്നത്. ഒരു സിലിണ്ടറിന്റെ മേലെയാണ് 993 രൂപ കൂടിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിലിണ്ടർ വെച്ച് ഉണ്ടാക്കുന്ന എല്ലാത്തരം വസ്തുക്കളുടെ മേലും ആ ഒരു സിലിണ്ടറിന്റെ ആ ഒരു തുക കൂടി കച്ചവടക്കാർ കൂട്ടിവെക്കും. അതല്ലാതെ അവർക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചോദ്യം ചോദിക്കാനുള്ള വ്യക്തി ആരാ? സുരേഷ് ഗോപി ചേട്ടനല്ലേ? സുരേഷ് ഗോപി ആണല്ലോ ഈ പറയുന്ന ആളുകളൊക്കെ മന്ത്രി. അപ്പോ സുരേഷ് ഗോപി ചേട്ടനെ കാണുന്നു, നമ്മൾ ചോദിക്കുന്നു. അദ്ദേഹത്തിന് എത്ര ചോദിച്ചും മനസ്സിലാവുന്നില്ല. പാചക എന്തോ ഈ ആളെ പേടിയുള്ളത് പോലെ മാധ്യമപ്രവർത്തകർക്ക്. അങ്ങോട്ട് ചോദിക്കുന്നേ, നട്ടലോട് കൂടി ചോദിക്ക്. നമ്മ തൃശ്ശൂരുകാർ വോട്ട് ചെയ്ത് വിട്ട മനുഷ്യനാണ്, ചോദിക്കണ്ടേ? അല്ല ചേട്ടാ ഇതെന്താ പരിപാടി എന്നങ്ങനെ കൃത്യമായിട്ട് ചോദിക്കണ്ടേ? എന്താ ചോദിക്കാത്തെ? എന്തായാലും ആരോ ചോദിച്ചു, അദ്ദേഹം കേട്ടു. ലോകം മുഴുവൻ ഒന്ന് അന്വേഷിക്കുക എവിടെയൊക്കെ എത്രയൊക്കെ കൂടിയെന്ന്, അല്ലേ? നമ്മൾ ഇത്രയും പിടിച്ചു നിന്നില്ലേ? എന്താ കിട്ടിയേ? എന്റെ പൊന്നു തൃശ്ശൂരുകാരെ എന്ന് പറഞ്ഞിട്ട് നാട്ടുകാർ മുഴുവൻ ഇപ്പൊ ഇങ്ങനെ കൈകൂപ്പുണ്ട്. നിങ്ങളൊക്കെ എന്താണ് നിങ്ങളൊക്കെ ചെയ്തു വെച്ചേ? പെട്രോളിയം സിലിണ്ടർ മന്ത്രി പറഞ്ഞ സംഗതി എന്തുവാ? ലോകം മുഴുവൻ അന്വേഷിക്കുക എത്രത്തോളം കൂടിയെന്ന്. നമ്മൾ ലോകം മുഴുവൻ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചങ്ങാതിയെ നമ്മൾ ജയിപ്പിച്ചു വിട്ടെ? ആണോ? നമ്മുടെ നാട്ടിൽ ഗാർഹിക സിലിണ്ടറിന് നമ്മുടെ നാട്ടിലത്തെ എന്താണ് ഈ ഹോട്ടലിൽ മറ്റും ഉപയോഗിക്കുന്ന ഗ്യാസിന് വില കൂടുന്നു. ഈ ചോദ്യം നമ്മൾ ട്രംപിനോട് മറ്റുമാണോ ചോദിക്കേണ്ടത്? എലിസബത്ത് രാജ്ഞിയോടൊക്കെ പിന്നെ പോയി ചോദിക്കണോ? ഇതൊക്കെ ചോദിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട മനുഷ്യനല്ലേ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരാള്? ഇദ്ദേഹമല്ലേ ആ ഒരു മിനിസ്റ്റർ? അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു ചോദ്യം ഇദ്ദേഹത്തോട് തന്നെയല്ലേ ചോദിക്കണ്ടേ? ചോദിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് ഉത്തരമാണ്, നിങ്ങൾ ലോകം മുഴുവൻ ഒന്ന് പോയി അന്വേഷിക്കേ എത്രത്തോളം കൂടിയെന്നാ. ഇവിടെ നമ്മൾ ഇത്രത്തോളം പിടിച്ചു നിന്നില്ലേ, ഇതന്നെ ഞാൻ എന്തോന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മോദി പറഞ്ഞു കൂട്ടാൻ ഞാൻ കൂട്ടി എന്നതിനപ്പുറത്തേക്ക് വേറെ ഉത്തരവൊന്നുമില്ല. പക്ഷെ ഇയാൾക്കത് പറയാൻ കഴിയില്ല. അതിന് പകരമായിട്ട് ലോകം മുഴുവൻ കൂടിയിരിക്കുന്നു, അതിന്റെ ഒരു കുറച്ച് മാത്രമേ ഞാനിവിടെ കൂട്ടിയിട്ടുള്ളൂ, അനുഭവിച്ചോളീൻ എന്നുള്ളതാണ്. അനുഭവിച്ചോളി നാട്ടുകാരെ, അനുഭവിച്ചോളി. വേറൊന്നും പറയാനില്ല എനിക്കും.
നമുക്ക് പുറത്തു പോയിട്ട് ചായയും മറ്റും കുടിച്ചിരിക്കാനുള്ള പരിപാടിയൊക്കെ നിർത്തുക. കുടുംബത്തെ എന്നെ പോലൊക്കെ ഇങ്ങനെ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ കുടിച്ച് കുത്തിയിരിക്കുക. അതിനപ്പുറത്തേക്ക് വേറൊന്നും നടക്കാൻ പോകുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു മനുഷ്യനാണ്. വില കൂടി വെച്ചുമ്പോൾ അത് എന്തുകൊണ്ട് കൂടി? അപ്പോൾ പറയുന്നത് ലോകം മുഴുവൻ കൂടി. ലോകം മുഴുവൻ കൂടിയ കണക്ക് ഞങ്ങൾക്ക് അറിയണ്ടെന്നേ. ലോകം മുഴുവൻ കൂടിയ കണക്ക് നമുക്ക് അറിയേ വേണ്ട. എന്തുകൊണ്ട് നമ്മുടെ പ്രദേശത്ത് കൂടുന്നു? ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോ, എലക്ഷൻ കഴിയുന്നത് വരെ എവിടെ ഒരു മാറ്റമില്ലായിരുന്നു. എലക്ഷൻ്റെ കഴിഞ്ഞതും വില കൂടി എന്നുള്ളതാണ്. ഇതാണ് ഇവരുടെ ഒരു രാഷ്ട്രീയ രീതി കേട്ടോ. കഴിഞ്ഞിട്ടില്ല. അതിനുവേണ്ടി അല്ലായിരുന്നോ ഇത്? വാണിജ്യ സിലിണ്ടർ വെറുതെ ഒരു നമ്പർ അല്ലായിരുന്നോ? എങ്ങനെയുണ്ട്? ഇനി ഗാർഹിക സിലിണ്ടറിന് എന്താവുന്ന ചോദിക്കുന്നത്. അപ്പൊ ചോദിക്കുക, അതിനു വേണ്ടിയിട്ടല്ലേ ഈ ചോദ്യം ചോദിച്ചതോ? പിന്നല്ലേ, നിങ്ങളോടല്ലേ ചോദ്യം ചോദിക്കേണ്ടത്. പോയി ഗാർഹിക സിലിണ്ടറിന് കൂടി വില കൂടുമോ, അത് ഞങ്ങളെ കൂടി ബാധിക്കുമോ, ഞങ്ങളുടെ ജീവിതത്തെ ബാധിക്കുമോ? ഇനി അതും കഴിഞ്ഞ് പെട്രോളിന് വില കൂടുമോ? പെട്രോളിന് വില കൂടിക്കഴിഞ്ഞാൽ, ഡീസലിന് വില കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ എല്ലാ വസ്തുവകകൾക്കും വില കൂടുമെന്നുള്ള സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഇത് നടക്കുമോ, ഞങ്ങൾ ബുദ്ധിമുട്ടുമോ എന്നുള്ള ചോദ്യമാണ്. അതിന് ഉത്തരമൊന്നും പറയാതെ ഒഴിവ് കഴിവ് പറഞ്ഞിട്ട് ആ മനുഷ്യൻ അതാ നടന്നു പോകുന്നു. എന്തൊരു സിമ്പിളായിട്ടുള്ള നടത്താണ്. യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു അവസ്ഥ, ഭീകരാവസ്ഥ പറഞ്ഞു തരട്ടെ, കേട്ടോ. വലിയ വർധനമാണ് ഒറ്റയടിക്ക് തന്നെ ഉണ്ടാവുന്നത്. എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോഴത്തെ നമ്മൾ കാണുന്ന 993 രൂപയല്ല വർദ്ധിച്ചത്. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ 150 രൂപ വർദ്ധിച്ചു. അറിഞ്ഞായിരുന്നോ? ഏപ്രിൽ മാസത്തിൽ 200 രൂപ വർദ്ധിച്ചു. ഇപ്പം 993 രൂപ വർദ്ധിച്ചു. 60% മുകളിൽ ഇപ്പം വില വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. കാരണം 2174 രൂപയ്ക്ക് കിട്ടുന്ന സിലിണ്ടർ ഇന്ന് വില 3117 രൂപ 50 പൈസയാണ് കോഴിക്കോട് നമുക്കൊരു കടയിലേക്ക് ഒരു സിലിണ്ടർ എത്തുന്ന സമയത്ത്. ഇന്നത്തെ ഈ വില കുറവ്, ഈ ഗ്യാസിന്റെ വില മാത്രമല്ല, ഞങ്ങൾ ഹോട്ടലിനെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് ഗ്യാസിന്റെ വില മാത്രമല്ല. എങ്ങനെയുണ്ട്? ചുരുക്കി കഴിഞ്ഞാൽ ഏകദേശം 3771 രൂപ 50 പൈസ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഇവർക്ക് ഗ്യാസ് കിട്ടുള്ളൂ. ഇനി കാരിയർ കൂലി, മറ്റേ കൂലി എന്നൊക്കെ പറഞ്ഞാൽ അതുകൂടി കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം 3200, 3250, 3500 രൂപയിലേക്ക് ഇത് മാറുമെന്നർത്ഥം. നമ്മുടെ ജീവിതം അതീവ ദുസ്സഹമാവുമ്പോൾ ഇതെല്ലാം നമ്മുടെ നെഞ്ചത്തേക്ക് ഏൽപ്പിച്ചു തരുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരോട് ഇതിനെപ്പറ്റി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആഴക്കോഴ വർത്തമാനങ്ങൾ. എന്നാലും എൻ്റെ ഗടികളെ വേണ്ടായിരുന്നു. എന്നിട്ട് ഇത്രയ്ക്ക് ഉത്തരവാദിത്തമില്ലാത്ത, ചക്കാന്ന് ചോദിച്ചാൽ മാങ്ങാന്ന് ഉത്തരം പറയുന്ന ഇത്തരം ആളുകളെ ഇനിയും ജയിപ്പിക്കാൻ വേണ്ടി നടക്കുന്നു കുറേ എണ്ണം. നമിച്ചു ഗടികളങ്ങള്, നമിച്ചു.